നമസ്കാരം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ക്ഷേത്രാരാധനകളൊന്നും അതൊന്നും അത്ര ഫലിക്കുന്നില്ല. ഫലിക്കുന്നില്ല. അതുകൊണ്ട് ധനവും ഐശ്വര്യവും വരാനായിട്ടൊരു പുതിയ വഴി വേണം. കൊല്ലം സ്വദേശിയായ കമൽഹാസൻ എന്നൊരാളുടെ അനുഭവം പറയുന്നു. ഉം, അതായത് ഒരുപാട് കടം, സാമ്പത്തിക തകർച്ച, പിന്നെ ശത്രുദോഷം, അങ്ങനെ ആകെ തകർന്നൊരു മനുഷ്യൻ. എന്നിട്ട് ഈ പുതിയ വഴി സ്വീകരിച്ചതോടെ ജീവിതം അത്ഭുതകരമായി മാറിയല്ലേ? അതെ, അപ്പൊ നമുക്ക് ആ കഥയിലേക്കും ഒന്ന് ആഴത്തിൽ തന്നെ നോക്കാം. തീർച്ചയായും. കമൽഹാസന്റെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു വലിയ നിരാശയിൽ നിന്നാണ്. ബിസിനസ് ഒക്കെ പൂർണ്ണമായി തകർന്നു. അതെ. എന്നിട്ട് ഒരുപാട് അമ്പലങ്ങളിലും സിദ്ധന്മാരുടെ അടുത്തുമൊക്കെ പോയി. എന്നിട്ടും ഒരു ഫലവും കിട്ടിയില്ല. അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അതായത് നിലവിലുള്ള നമുക്ക് പരിചയമുള്ള വഴികളൊന്നും ശരിയല്ല. എന്നിട്ടാണ് 2013 ആശ്രമത്തിലെത്തുന്നത്. അതെ, ആശ്രമത്തിലെത്തിയതോടെയാണ് ജീവിതം മാറിയത്. ഈ പുതിയ അനുഷ്ഠാനങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമാണല്ലേ? പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുക, വീടും പരിസരവും വൃത്തിയാക്കുക. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഇത് തുടങ്ങിയതോടെ വീട്ടിൽ പല നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ വരാൻ തുടങ്ങിയെന്ന് പറയുന്നു. അവ ശരീരത്തിൽ വന്നിരിക്കുമായിരുന്നു എന്നും. അതെ, മകനുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ സംഭവിച്ച വലിയൊരു വാഹനാപകടം, ബൈക്കിന്റെ ഫുട്റെസ്റ്റ് വരെ പൂർണ്ണമായി തകർന്നുപോയി. എന്നിട്ടും അവർക്ക് രണ്ടുപേർക്കും ഒരു പോറൽ പോലും ഏറ്റില്ല. വർക്ക്ഷോപ്പ് ഉടമ പോലും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചത്രേ. അപ്പൊ അതൊരു സാധാരണ ഭാഗ്യമല്ല, മറിച്ചൊരു ദൈവിക ഇടപെടലാണ്. പ്രാർത്ഥിക്കുന്നതിനിടെ തലയിലിട്ടിരുന്ന തോർത്തിന് വിളക്കിൽ നിന്ന് തീ പിടിച്ചു. തോർത്ത് മുഴുവൻ കത്തിച്ചാരമായി. പക്ഷെ ഒരു മുടിയിഴ പോലും കരിഞ്ഞില്ല. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളെയും ഗുരു ബാബയുടെ ഭക്തിമാർഗത്തിന്റെ ഒരു തെളിവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഹിന്ദുക്കൾക്ക് കൃത്യമായ ഒരു അനുഷ്ഠാന പദ്ധതിയില്ല. ഓ, അങ്ങനെയുണ്ടോ? ഉണ്ട്. പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, കുടുംബം എങ്ങനെ നോക്കണം എന്നൊക്കെയുള്ള പ്രായോഗികമായ അറിവുകൾ നൽകിയത് ഈ പുതിയ മാർഗമാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചു, ശത്രുദോഷം പൂർണ്ണമായും മാറി. അതുമാത്രമല്ല, അപകടം നടന്ന 3 മാസത്തിനുള്ളിൽ മകന് കേന്ദ്ര ഗവൺമെന്റ് ജോലി കിട്ടിയെന്നും പറയുന്നു. അതെ. അപ്പൊ പ്രശ്നം, പരിഹാരം, ഫലം, വളരെ വ്യക്തമായ ഒരു ഘടനയുണ്ടതിന്. കൃത്യമായി. അവസാനം ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള ദക്ഷിണേശ്വര ക്ഷേത്രം എന്ന ഈ ഗുരുബാബയുടെ ആശ്രമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഉപസംഹരിക്കുന്നത്. ഒരു തെളിവായി മാറുന്നു. വളരെ ശരിയാണ്.